നമസ്കാരം. ഞാനിന്ന് പറയുന്നത് നമ്മുടെ പൊതുമേഖലാ ബാങ്കുകളിലുള്ള ചില ഇൻഷുറൻസ് പദ്ധതികളെ കുറിച്ചാണ്. നമ്മളെ പലർക്കും അറിഞ്ഞുകൂടാത്ത ഇൻഷുറൻസ് പദ്ധതികളാണ് അതൊക്കെ. കാരണമെന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ എപ്പോഴാണ് എന്താണ് സംഭവിക്കുക എന്നുള്ള ആർക്കും പ്രവചിക്കാൻ പറ്റുന്നതല്ല. ചിലപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ ബൈക്കിൽ പോകുമ്പോഴായിരിക്കും ആക്സിഡൻറ്റ് സംഭവിക്കുക. കാറിൽ പോകുമ്പോൾ കാറിൻ്റെ മേൽ കൂടി മരം വീഴുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ആക്സിഡൻറ്റുകളും മരണങ്ങളും നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ പിറകിലുള്ള നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ, ചെറിയ ചെറിയ ഇൻഷുറൻസുകൾ. ഇപ്പോൾ നമ്മുടെ ബാങ്കുകളിൽ ചെന്നാൽ, നിങ്ങൾക്ക് അക്കൗണ്ടുള്ള ബാങ്കുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഇൻഷുറൻസ് പദ്ധതികളുണ്ട് തുച്ഛമായ റേറ്റിൽ. ഉദാഹരണം, 20 രൂപയ്ക്കുള്ള ഒരു ഇൻഷുറൻസ്, ഒരു വർഷ കവറേജാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. പ്രധാനമന്ത്രി സുരക്ഷാ ബീം യോജന, 20 രൂപ. ഒരു വർഷത്തിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ബാങ്ക് തരുന്നത് 2 ലക്ഷം രൂപയാണ്. അതുപോലെ പിന്നൊരു 436 രൂപയ്ക്ക് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീം യോജന, ഒരു വർഷ കവറേജ്. നമ്മൾ ഈ ആദ്യം പറഞ്ഞത് 70 വയസ്സിനകത്ത് നമുക്ക് എന്ത് സംഭവിച്ചാലും ബാങ്ക് കൊടുക്കുന്ന 2 ലക്ഷം രൂപയാണ് ഈ 20 രൂപയ്ക്ക്. ഇപ്പോൾ പറഞ്ഞ 436 രൂപ ഒരു വർഷത്തിനകത്ത് നമ്മൾ എങ്ങനെയെങ്കിലും നമുക്ക് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുടുംബത്തിന് കൊടുക്കുന്നത് 2 ലക്ഷം രൂപയാണ്. പിന്നെ വെറും 500 രൂപ, തുച്ഛമായ നമ്മൾ 500 രൂപ, തുച്ഛമെന്ന് പറയുന്നില്ല, വിലയുള്ളതാണ്, 500 രൂപ ചിലവാക്കി പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് എന്ന് പറയും. ആക്സിഡൻറ്റ് എപ്പോൾ വേണോ എവിടെ വേണോ സംഭവിക്കും. 500 രൂപ ചിലവായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷത്തിനകത്ത് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് കൊടുക്കുന്നത് 10 ലക്ഷം രൂപയാണ്. അതേപോലെ 1000 രൂപ ചിലവാക്കിയാൽ കൊടുക്കുന്നത് 20 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇത് നമ്മൾ പറയുമ്പോൾ വിചാരിക്കുമോ മരണപ്പെടാനാണ്, അല്ലെങ്കിൽ മരണപ്പെട്ടു പോയി കിട്ടുന്നത് എന്താണെന്ന്. പക്ഷെ നമ്മുടെ പുറകിലുള്ള കുടുംബത്തെ പറ്റി ചിന്തിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഇൻഷുറൻസ് എടുക്കുന്നതോ തരുന്നതോ ആയ ഒരു ബാങ്കോ ഒരു ഇൻഷുറൻസ് കമ്പനിയോ നിങ്ങൾ മരണപ്പെടണമെന്ന് ഒരിക്കലും അവർ ആഗ്രഹിക്കില്ല. മരണപ്പെട്ടാൽ അവർക്കാണ് നഷ്ടം. പക്ഷേ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമ്മളെ കുടുംബത്തിന് അതൊരു വലിയ താങ്ങായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും വേഗം നിങ്ങൾക്ക് ഏത് ബാങ്കിലാണോ അക്കൗണ്ട് ആ ബാങ്കിൽ പോയിട്ട് പറയുക, ഇന്ന ഇൻഷുറൻസ് ഉള്ളതായിട്ട് അറിയാം, പ്രധാനമന്ത്രി യോജന അത് ഇത് എന്ന് പറഞ്ഞ് നിങ്ങൾ പറയുക, ഞങ്ങൾക്കത് ചെയ്യണം. അവരതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. അതനുസരിച്ച് കഴിയുമെങ്കിൽ നമ്മൾ എടുത്തിടുകയാണ് നല്ലത്. ആ ഇൻഷുറൻസ് എല്ലാം നമ്മൾ പ്രയോജനപ്പെടുത്തുക, ഒരിക്കലും വേണ്ടെന്ന് വയ്ക്കരുത്. നമസ്കാരം.